പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കൗമാരക്കാരുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു കഥ കേൾക്കൂ. നേർവഴി. നഗരത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു റോമി. അനുസരണയും അച്ചടക്കവുമുള്ള, പഠിക്കാൻ കഴിവുള്ള മിടുമിടുക്കൻ. പക്ഷേ കൗമാരപ്രായമെത്തിയപ്പോൾ അവൻ്റെ മനസ്സ് പല സംശയങ്ങളാലും ആശങ്കകളാലും നിറഞ്ഞു. സ്കൂളിൽ ചില കൂട്ടുകാർ പുതിയ ഫോണുകളും വില കൂടിയ സാധനങ്ങളും അഭിമാനത്തോടെ തെല്ലഹങ്കാരത്തോടെ കൊണ്ടുവന്ന് കാണിച്ചു. ചിലർ പഠനം ഉപേക്ഷിച്ച് പല പണികളിൽ ഏർപ്പെട്ടു തുടങ്ങി. മറ്റു ചിലർക്ക് ലഹരിയോടായിരുന്നു കമ്പം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ വലിയവനായി തോന്നൂ എന്ന് പറഞ്ഞ കൂട്ടുകാർ അവനെ കളിയാക്കും. ഓ, നീ ഇപ്പോഴും അമ്മയുടെ അരികിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുവാവയല്ലേ, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിധത്തിലുള്ള പ്രകോപനപരമായ സംസാരം അവനെ വേദനിപ്പിച്ചു. ആദ്യം മനസാക്ഷി അവനെ വിലക്കി. ഇവരുടെ വാക്ക് കേട്ട് നടന്നാൽ അച്ഛനും അമ്മയും വേദനിക്കില്ലേ, ഭാവിയിൽ അതൊരു ശാപമാകില്ലേ, അവൻ ചിന്തിച്ചു. പക്ഷേ ഒരിക്കൽ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിൽ അവൻ പഠനം ഒഴിവാക്കി കറങ്ങാൻ പോയി. അവർ അവന് വേണ്ടതെല്ലാം സൗജന്യമായി വാങ്ങിക്കൊടുത്തു. ചെറിയ തോതിൽ ലഹരിയും ലഭിച്ചു. ക്രമേണ അവന് പഠനത്തിൽ താല്പര്യമില്ലാതായി. ഉയർന്ന ഗ്രേഡുകൾ ലഭിച്ചിരുന്ന റോമി ഇപ്പോൾ ക്ലാസ്സിലെ പിൻനിരക്കാരനായി. അമ്മ സ്നേഹത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞിട്ട് മാറ്റമുണ്ടായില്ല. അച്ഛനിപ്പോൾ മിണ്ടാറേയില്ല. ഒരു വശത്ത് കൂട്ടുകാർക്കൊപ്പം ആനന്ദിക്കാനുള്ള മോഹം, മറുവശത്ത് സങ്കടവും കുറ്റബോധവും. ഇതിനിടയിൽ കിടന്ന് റോമി വീർപ്പുമുട്ടി. മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകുമെന്ന് വരെ തോന്നി. ഒരു ദിവസം ഹെഡ് മിസ്ട്രസ് റോമിയെ വിളിച്ചു. മോനെ, നീ മുമ്പ് വളരെ മികവുള്ള വിദ്യാർത്ഥിയായിരുന്നു, എന്താ പ്രശ്നം? അവൻ മറുപടി നൽകിയില്ല. സ്നേഹപൂർവ്വം പലതും പറഞ്ഞ് ടീച്ചർ അവനോട് കാര്യങ്ങൾ തിരക്കി. റോമി മനസ്സ് തുറന്നു. എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. എല്ലാവരും വേറെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെയാ? ടീച്ചർ ചിരിയോടെ അവൻ്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു. കൗമാരപ്രായം കടൽ പോലെയാണ്. തിരമാലകൾ ശക്തിയോടെ ആഞ്ഞടിക്കും. ഏത് സമയത്തും തോണി മറിഞ്ഞു പോകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉറച്ച തീരുമാനവും ലക്ഷ്യവും മനസ്സാന്നിധ്യവും ഉണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായി തീരത്തെത്താം. ശരിയായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കൂ, സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ വെളിച്ചമായി. റോമി വീണ്ടും പഠനത്തിലേക്ക് ശ്രദ്ധിച്ചു. നല്ല സുഹൃത്തുക്കളുമായി ചേർന്നു. അത്യാവശ്യം കാര്യഗൗരവമുള്ള പെൺകുട്ടികളോടും കലാകായിക മികവ് പുലർത്തുന്ന ആൺകുട്ടികളോടും അവൻ കൂട്ടുകൂടി. കൂട്ടുകാർക്കൊപ്പം മൈതാനത്ത് കായിക പരിശീലനം നടത്തി. കായിക മത്സരങ്ങളിലും പങ്കെടുത്തു. ക്രമേണ വീട്ടിൽ സന്തോഷം മടങ്ങിയെത്തി. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൻ വീണ്ടും സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായി മാറി. വാർഷികാഘോഷവേളയിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം നൽകിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു, വഴിതെറ്റാനുള്ള അവസരങ്ങൾ പലതുണ്ട്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരുടെ വാക്കുകൾ കേട്ടാൽ ശരിയായ വഴി കണ്ടെത്താം. കൗമാരപ്രായത്തിൽ സംശയങ്ങളും സമ്മർദ്ദവും സ്വാഭാവികമാണ്. എന്നാൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നല്ല സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ നമുക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാം. ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും നേരിടാം. അഭിമാനത്തോടെ തലയുയർത്തി വേദിയിൽ നിന്നിറങ്ങിയ കൂട്ടുകാരനെ വിദ്യാർത്ഥികൾ കരഘോഷങ്ങളോടെ വരവേറ്റു.